ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പനിയായിരുന്നു. രാവിലെ ഇന്നലെ എല്ലാവരും ഞാൻ വീട്ടിലല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നായിരുന്നു. അച്ഛനെയും അമ്മേനെയും അനിയത്തിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി 3 പേരെ കാണിച്ചു. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, ഞാൻ പക്ഷേ കാണിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്കൊക്കെ എല്ലാവർക്കും ടാബ്ലറ്റ് ഉണ്ടാവും, അപ്പോൾ അതൊന്ന് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കും ഇന്നലെ രാത്രി 2 ടാബ്ലറ്റ് എടുത്തപ്പോൾ എനിക്ക് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അച്ഛനും ഇതുപോലെ ഓക്കെ ആയിട്ടുണ്ട്. അച്ഛൻ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്, അച്ഛനും ഓക്കെ ആയി. അമ്മയ്ക്ക് പക്ഷേ കുറച്ച് ഇതായിരുന്നത്, കിടക്കുകയാണ്, എണീച്ചിട്ടില്ല. അതുപോലെ തന്നെ അമ്മമ്മയും എണീച്ചിട്ടില്ല. അമ്മമ്മ പനിച്ചിട്ടല്ല, അമ്മമ്മ ഇപ്പോൾ രാവിലെ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. ഒന്നാമത് അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്, ഒരു മൂടി ഇതായിട്ടുള്ള ഇന്നലെയും ഇന്നൊക്കെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സഞ്ജനയ്ക്കാണെങ്കിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവളെ ബുദ്ധിമുട്ടിക്കേണ്ട. രാവിലെ എന്ത് കഴിക്കും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ആ ഒരു ടാസ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇതുപോലെ രോഹിതേട്ടൻ വന്ന സമയത്ത് രാത്രി നൈറ്റ് പോയിട്ട് 9 മണിക്ക് പോയിട്ട് നമ്മൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് കഴിച്ചിട്ടില്ല. കാരണം പൂളയും അതുപോലെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതാണ് കൂടുതലായിട്ട് കഴിച്ചത്. പൊറോട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിതേട്ടൻ ഇപ്പോൾ രാവിലെ എണീച്ച് പോയി, വർക്കുണ്ടായിരുന്നു, പോയി. അപ്പോൾ ഇനി നമുക്ക് രാവിലെ എന്ത് കഴിക്കണം എന്നുള്ളതിൽ പൊറോട്ട കാര്യങ്ങൾ നമുക്ക് അച്ഛൻ എന്ത് ചെയ്യുക, ചൂടാക്കി കൊടുക്കാം. പിന്നെ വേറെ സഞ്ജന കഴിക്കുന്നൊന്നുമില്ല, അവളിപ്പോൾ അധികം കഴിക്കാറില്ല പൊറോട്ട. പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവളധികം കഴിക്കാറില്ല. എനിക്കും ഇപ്പോൾ വേണമെന്നില്ല, ഇന്നലെയും കഴിച്ചിട്ടില്ല, ഒന്നും വേണമെന്നില്ല. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഈ സമയത്ത് കുടിക്കുന്ന നല്ല അടിപൊളി ചൂടുള്ള മട്ടരി കഞ്ഞിയും അതുപോലെ തന്നെ നല്ലൊരു ഉണക്കമീൻ ചുട്ടതും അതുപോലെ തന്നെ പപ്പടം ചുട്ടതും ചുട്ടരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു അച്ചാറും. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. ചില സമയത്ത് എനിക്ക് പനി മിസ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിക്കുന്ന സമയത്ത്. എന്നിട്ടൊരു മൂടി പുതച്ചൊരു കിടന്നുറങ്ങലുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് മിസ് ചെയ്യാറുണ്ട്. ഇപ്പം മിസ് ചെയ്തിട്ടൊന്നുമല്ല, എന്നാലും ഈ ഒരു സമയത്ത് അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉള്ളത്, അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഫുഡ് കാര്യങ്ങൾ രാവിലത്തെ ഫസ്റ്റ് ടാസ്ക് അതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബെഡ് നിർത്തിയാക്കാം. ഇതിലെല്ലാ സംഭവം കൊണ്ട് വീഡിയോ എടുക്കാനുള്ളതും ഫോണും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്കിതൊന്ന് മാറ്റി നീറ്റാക്കി വയ്ക്കാം. പുതപ്പൊക്കെ മടക്കി സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം ഫുഡ്. എന്തായാലും ഞാൻ പനി ആയതുകൊണ്ട് മിക്കവാറും വർക്കിന് പോകുന്നുണ്ടാവില്ല. ഷോപ്പിൽ വിഷ്ണു ഉണ്ടല്ലോ, പിന്നെ തിരക്കൊന്നുമില്ല വല്ലാതെ. ഇരിക്കട്ടെ, ഇറക്കിണ്ട് നമുക്ക് തോരടാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്ലാനൊക്കെ പാളി. ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ അരി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മേനെ വിളിച്ചപ്പോൾ അമ്മമ്മേനൊക്കെ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ക്യാൻസൽ ആയിട്ട് മിക്കവാറും അമ്മമ്മേനെ ആയിരിക്കും ഉണ്ടാക്കുക. ദിയേനും കൂടി കേട്ടിട്ടില്ല വണ്ടി ഓടിക്കാന്. ഈ ബാക്കിലിരുന്ന ഹെൽമെറ്റ് ഇട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ചാൽ ചിലപ്പോ കടിക്കും. പാവന്റെ ദിയമണിനോട് വണ്ടി കയറ്റിട്ടില്ല. പ്ലെയർ ഇല്ല, കടയില. എന്ത് കണ്ണാടിയോ? അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ അമ്മമ്മ നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണത്താൽ സമ്മതിക്കുന്നില്ല. അമ്മമ്മ തന്നെയാണ് കഞ്ഞിയും കാര്യങ്ങളൊക്കെ വെച്ചെന്നത്. പിന്നെ അടിപൊളി തേങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല ചെറുപയറും കായും കൂടിയും കൂട്ടിയിട്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പടം വേണമെന്ന് ചോദിച്ചു, ഞാൻ അധികം പപ്പടം കൂട്ടാറില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കഴിച്ചു. അതേപോലെ തന്നെ ദിയ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദിയ മോൾക്ക് കുറച്ച് കൊടുക്കാൻ നോക്കിയിട്ട് അവൻ നാക്കൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ ചൂടേ ഉള്ളൂ, എന്നാലും അവൾക്കത് നല്ല ചൂടായിരിക്കുമല്ലോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ രാവിലെ കഞ്ഞിയായിരുന്നു കുടിച്ചത്.
എന്തേ ചൂടുണ്ട് അത്രക്കല്ല. ആ ആയിക്കോട്ടെ കേട്ടോ. എന്താ പെട്ടെന്നൊരു വിശന്ന് കുളി കഴിഞ്ഞ പനിച്ചിട്ട് വിശക്കണൊക്കെ ഉണ്ട്. കഞ്ഞി 2 വട്ടം കുടിച്ചിട്ടുണ്ടാവും. അമ്മ എന്താ ഉണ്ടാക്കണേ? സോയാബി ചെറുതും വലുതൊക്കെ ഉണ്ടല്ലോ. വെള്ളത്തിലിട്ട് വലുതായതാ. കട്ടൻ ചായ കുറച്ചുണ്ട് അല്ലേ? കുറച്ച് വേണേ. എന്നാ ബെല്ലം കൊണ്ട് ഉണ്ടാക്കിയാലോ? ഇക്കൊരു ക്ലാസ്സിക്ക് ഉണ്ടാവില്ലേ? ഒരച്ച മതിയല്ലേ? ഓ മാളോ കൊടുങ്കാറ്റ്. നാളെ ഏത് എക്സാം? നാളെ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ആ അപ്പൊ പിന്നെ അടുത്ത വർഷം പഠിപ്പിച്ചാൽ മതി അല്ലേ? മലയാളം അറിയോ നിങ്ങക്ക്? ചീത്ത പറയണോ? ഇവിടെ രണ്ടാളും ചന്ദ്രൻ തോല് വിട്ടെ ഞാന്. ഇവര് രണ്ടാളെയും തൂരിട്ടെ. ഇവര് പറഞ്ഞ കേൾക്കണില്ലല്ലോ. ആർക്ക്? എന്താ പറഞ്ഞേ? ചന്തിയൂര് തോലൂരിയല്ലോ. ആ എന്നാ ഊരണ്ടല്ലേ? ഉണ്ടല്ലോ. ദീമണി എന്റെ ബുക്കിന്റെ റൂമിലാണേ. ഈ ഉച്ചക്ക് വന്നപ്പോ അവിടെ വെച്ചിട്ടല്ലേ പോന്ന്. എന്നെ ചീത്ത പറഞ്ഞപ്പോ ഈ പോന്നില്ലേ? ബുക്കിന്റെ റൂമിലുണ്ട്, എടുത്തിട്ട് വാ. എന്റെ ബുക്കില്ലേ? ആ കുട്ടിച്ചന്മാരാകുമ്പോ ചീറ്റൊക്കെ പറയല്ലേ? ഉമ്മയൊക്കെ തരും. ഒരു മടിക്ക ഇവിടെ ഇവിടെ പനിയാണ്. അപ്പൊ ഇവിടെ തന്നാ മതി. ആ മതി മതി. ആ നല്ല കുട്ടി. കണ്ണിലെന്താ പൊടിയായോ? ഇവിടെ നല്ല കാറ്റാണ്, അതുകൊണ്ടായിരിക്കും. കണ്ണ് പൊട്ടിയോ? നോക്കട്ടെ. ഏയ് കണ്ണിന് വേഗണ്ടോ? ഉണ്ടോ? ഇപ്പോഴാണ് വേഗം. ഞാൻ എന്താ ഹസ്ബൻഡ് നോക്കണല്ലോ. താടിച്ചങ്ങടെ പോണ് വെച്ചേക്ക. അമ്മ എങ്ങനെയുണ്ട്? പനി മാറിയോ? എന്താ അവസ്ഥ? ഇക്കും വേണേ ബെല്ലട്ടൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അമ്മ എടുത്ത്. അപ്പൊ ക്ഷീണം ഫുള്ളായിട്ട് മാറിയിട്ടില്ല പനിയുടെ. അപ്പൊ നമ്മളൊരു അടിപൊളി ചുക്കപ്പി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെല്ലോ പിന്നെ അതുപോലെ തുളസിയുടെ ഇലയും കഞ്ഞിക്കൂർക്കയുടെ ഇലയും ഇഞ്ചിയും ചുക്കും കുരുമുളകൊക്കെ ഇട്ട് അടിപൊളി ചുക്കപ്പി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാവുന്നതിന് മുമ്പ് പഴം കഴിക്കാം. കൊടുക്കാതെ കാറ്റാണ്, കണ്ടില്ലേ? അപ്പം അമ്മമ്മ നല്ല അടിപൊളി ചുക്കും കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ടുള്ള ചൂടിരുന്നോട്ടെ അമ്മമ്മ, കുഴപ്പമില്ല. അടിപൊളി ചായ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും നമുക്ക് കുടിച്ചു നോക്കാം. നല്ല കഞ്ഞിക്കൂർക്കയുടെ ഇലയും പിന്നെ തുളസിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ല കേട്ടോ, പിന്നെ കുരുമുളകും കുരുമുളകും ചുക്കൊക്കെ ഇട്ടിട്ട്. ഇഞ്ചിയല്ല ചുക്കാണേ, സോറി ഇഞ്ചിയല്ല. നോക്കാം. നല്ല ചൂടുള്ള ചായ അത് മതി ഫസ്റ്റ്. അവിടെ വെച്ചാൽ മതി. അടിപൊളിയായിരുന്നു അമ്മ. ടേസ്റ്റ്. നല്ല ചൂടുള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റും. എന്തായാലും ഫിനിഷ് ചെയ്യട്ടെ. നിശ്ചയമ്മ വരുന്നുണ്ട്. ഇന്ന് എങ്ങടെ പോയാർന്ന്? ലേറ്റ് ആയാലോ നിങ്ങള്? നിങ്ങള് ലേറ്റ് ആയാലോ? എവിടെ? തട്ടിയോ?
ദിയാന്റെ വല്യമ്മ വന്നിട്ടോ? എവിടെ മഴ? ദിയമണിയെ അന്റെ വല്യമ്മ വന്നിട്ടോ? ഇതാ വല്യമ്മ. ചേച്ചിയമ്മ എന്നല്ല വല്യമ്മ കേട്ടോ. ദിയമണി ഒന്ന് വല്യമ്മന്ന് വിളിച്ചു നോക്കട്ടെ. ദിയമണിയെ വല്യമ്മന്ന് വിളിച്ചാ നോക്കട്ടെ. വല്യമ്മന്ന് വിളി. ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സാധനം കൊടുന്നിക്കണു, അങ്ങോട്ട് ഉള്ളിക്ക് പോയിക്കണു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്.